കമ്പനിയിൽ കാര്യം പറഞ്ഞ് അവർ പറഞ്ഞു എന്തിനാണ് ഇപ്പം ഇങ്ങനെ ഒരു തീരുമാനം എടുക്കുന്നത്, നീ ഇത്ര ലേറ്റായിട്ടാണ് പോകുന്നത്, സെമിനാറിലൊക്കെ ഒത്തിരി ബുദ്ധിമുട്ടുകളുണ്ടാവും, സ്ട്രഗിൾ ഉണ്ടാവും, ഏത് സമയത്ത് തിരിച്ചു വന്നാലും നിനക്ക് ജോലിക്കുള്ള ഒരു സ്പേസ് അവിടെ ഇട്ടിട്ടുണ്ടാവും എന്ന് പറഞ്ഞു. ആ സ്പേസ് ഇപ്പോഴും എനിക്കുണ്ട്. കർത്താവിന് ഒരു കിടിലൻ യെസ് കൊടുത്തുകൊണ്ട് ഞാൻ അങ്ങനെ സെമിനാറിലോട്ടുള്ള എൻ്റെ ലൈഫ് അവിടെ ആരംഭിക്കുന്നു. യേശു എനിക്കു ചെയ്ത നന്മകളോർത്തിടുമ്പോ, യേശു എനിക്കു ചെയ്ത നന്മകളോർത്തിടുമ്പോ നന്ദി കൊണ്ടെൻ മനം പാടിടുമേ സ്തോത്രഗാനത്തിൻ പല്ലവികൾ. നന്ദി കൊണ്ടെൻ മനം പാടിടുമേ സ്തോത്രഗാനത്തിൻ പല്ലവികൾ. യേശുവേ എൻ ദൈവമേ, നീ എന്നും മതിയായവൻ. പ്രിയപ്പെട്ടവരെ, എൻ്റെ ജീവിതത്തിൽ യേശു എപ്പോഴും ഒരു മതിയായ ഒരുവനായിരുന്നു. എന്നെ നയിച്ചതും എൻ്റെ എൻ്റയർ ലൈഫ് ഫുള്ള് ഗൈഡ് ചെയ്തതും ഈശോ തന്നെയായിരുന്നു. എൻ്റെ പേര് ആൻ്റണി വിൻസെൻ്റ് എന്നാണ്. കപ്പൂച്ചൻ സഭ അംഗമാണ്. സെൻറ്റ് ഫ്രാൻസിസ് ലാറ്റിൻ പ്രൊവിൻസിലെ ഏറ്റവും പുതിയതായിട്ട് അച്ഛനായതാണ്. 2024 ഏപ്രിൽ മാസം 24-ാം തീയതി ആയിരുന്നു പട്ടം. വീട്ടിൽ അപ്പച്ചൻ, അമ്മച്ചി, എനിക്കൊരു ചേച്ചിയുണ്ട്. ചേച്ചിക്ക് 2 കുട്ടികൾ, പിന്നെ അളിയൻ. അങ്ങനെയാണ് ഫാമിലി. വീട് എറണാകുളത്താണ്. ഞാൻ 26-ാമത്തെ വയസ്സിലാണ് സഭയിൽ കയറുന്നത്. ഞാൻ ഒരു മ്യൂസിക് ഇൻസ്ട്രുമെൻസിൻ്റെ ഷോറൂമിൽ മാനേജറായിട്ട് വർക്ക് ചെയ്യുമ്പോഴാണ് കർത്താവ് എന്നെ വിളിക്കുന്നത്. അങ്ങനെ എല്ലാ സാധ്യതയും ഉണ്ടായിരുന്നിട്ടും അതെല്ലാം കർത്താവിന് വേണ്ടി വേണ്ടെന്ന് വെക്കാനുള്ള വലിയൊരു കൃപ കർത്താവ് തന്നു. വലിയൊരു അനുഭവമാണ് ഇനി കുറച്ച് സമയം നിങ്ങളോടൊപ്പം പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത്. ഒത്തിരി സന്തോഷമുണ്ട് എൻ്റെ ജീവിതം നിങ്ങളുമായിട്ട് പങ്കുവെക്കാൻ കഴിയുന്നതിൽ. എൻ്റെ ജീവിതം ആരംഭിക്കുന്നത് തുടക്കം മുതൽ ദൈവത്തിൻ്റെ വലിയൊരു ഇടപെടൽ വീട്ടിലുണ്ടായിരുന്നു. വീട്ടുകാർ ഒരു സാധാരണ ഒരു ക്രിസ്ത്യാനി കുടുംബം അങ്ങനെയായിരുന്നു. പള്ളിയിൽ പോകും, ഞായറാഴ്ചകളിൽ പള്ളിയിൽ പോകും, അങ്ങനെ വരും, അങ്ങനെയായിരുന്നു. ആ സമയത്താണ് ഞാൻ ജനിക്കുന്നൊരു ആദ്യത്തെ കുറച്ച് വർഷങ്ങൾ ഞാൻ രോഗിയെ കിടക്കുമായിരുന്നു. മെഡിക്കൽ സയൻസ് എന്നെ ഉപേക്ഷിച്ചു. വീട്ടുകാർ പല വഴിക്കും പോയി നോക്കി, ഒരിടത്തും രക്ഷ കിട്ടുന്നില്ല. 3.5 വയസ്സ് കഴിഞ്ഞപ്പോഴേക്കും ആണ് ഈശോയിലേക്ക് തിരിയുന്നതും ഈശോ എൻ്റെ ജീവിതത്തിൽ ഇടപെടുന്നതും. അന്ന് മുതൽ ഞാനും എൻ്റെ വീട്ടുകാരും പിടിച്ച ഒരു വിശ്വാസമുണ്ട്. ആ വിശ്വാസത്തിൽ പിടിച്ചാണ് പിന്നീടുള്ള ഞങ്ങളുടെ യാത്രകളൊക്കെ തുടങ്ങുന്നതും. എപ്പോഴും ഈശോയ്ക്ക് ഒരു പ്രയോറിറ്റി കൊടുക്കാനായിട്ട് അന്ന് മുതലേ വീട്ടുകാരെന്നെ പഠിപ്പിക്കുമായിരുന്നു. അന്ന് തുടങ്ങിയ പള്ളിയിൽ പോകാനും ഓൾട്ടർ ബോയ് ആയിട്ടൊക്കെ നിൽക്കാനും ഒക്കെ സാധിക്കുന്നുണ്ടായിരുന്നു. പിന്നീട് അങ്ങനെ സ്കൂൾ ജീവിതം ആരംഭിക്കുന്നു. സ്കൂൾ ജീവിതത്തിൻ്റെതായ ഹൈസ്കൂളിലോട്ടൊക്കെ വരുമ്പോൾ അതിൻ്റെതായ തല്ലിപ്പൊളിത്തരങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ 10ാം ക്ലാസ് പാസ്സാകുന്നു. ഞാൻ എൻ്റെ കുഞ്ഞുനാളിലുള്ള ആ ഒരു അനുഭവങ്ങളിൽ നിമിഷം അമ്മച്ചി പറഞ്ഞത് കേട്ടതിൽ നിന്ന് ഞാൻ ഓർത്തെടുക്കുവാണ്. ഞാൻ ജനിച്ച് വീണത് തന്നെ രോഗിയായിട്ടാണ്. അതിനുശേഷം ആ ഒരു രോഗാവസ്ഥ ഒരു 3.5 വർഷത്തോളം എന്നെ കൊണ്ടുപോകുന്നുണ്ട്. ഹോസ്പിറ്റൽ എല്ലായിടത്തും പോകുന്നുണ്ട്. ഡോക്ടർമാരൊക്കെ മരുന്നുകൾ കുറിച്ച് തരുന്നുണ്ട്, പക്ഷെ ഒന്നും എനിക്ക് ഏൽക്കുന്നില്ല. എപ്പോഴും എല്ലാ ദിവസവും ഛർദിലും പനിയും ചുമയായിട്ട് 3.5 വർഷത്തോളം പോകുന്നു. അങ്ങനെ എൻ്റെ ശരീരം മൊത്തം ഞാൻ ക്ഷീണിച്ച് ഒരു മരണ അവസ്ഥയിലോട്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ സമയത്ത് ഡോക്ടർമാർ പറയുന്നുണ്ട്, ഈ കൊച്ച് ഒരുപക്ഷെ ജീവിച്ചാൽ പോലും ജീവിതകാലം മുഴുവനും ഒരു നിത്യരോഗിയായിട്ടായിരിക്കും ജീവിക്കുന്നത്, അല്ലെങ്കിൽ അധികം നാൾ
ഒരുപക്ഷെ ജീവിക്കുമെന്ന് തോന്നുന്നില്ല. അപ്പോൾ വീട്ടുകാർ ഒരു സാധാരണ ക്രിസ്ത്യാനി കുടുംബമാണ്. എല്ലാ ഞായറാഴ്ചകളിലും പള്ളിയിൽ പോകുന്നു, വരുന്നു, അങ്ങനെ ഒരു പ്രാർത്ഥനയെ കൊണ്ട് ഒരു ബേസിക് അത്രയേ ഉള്ളൂ, അതിനപ്പുറത്തേക്കില്ല. അപ്പച്ചനാണെങ്കിൽ ഒരു പ്രസ് ജോലിക്കാരനാണ്, ചെറിയ വരുമാന മാർഗമൊക്കെ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് വരുമാനം മുഴുവനും എനിക്ക് വേണ്ടി ചിലവാക്കിക്കൊണ്ടിരിക്കുന്നു. പക്ഷേ ഒരു ഇമ്പ്രൂവ്മെൻറ്റും കാണുന്നില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു ദിവസം എൻ്റെ അമ്മച്ചിയുടെയൊക്കെ വീടിനോട് ചേർന്ന് ഒരു പള്ളിയിൽ ഒരു ധ്യാനം നടത്തുന്ന ഒരു ടീം വരുന്നുണ്ട്. അവർ അമ്മച്ചിയുടെ വീട്ടിലാണ് വന്ന് ഭക്ഷണം കഴിക്കാൻ വരുന്നത്. അപ്പോൾ അവർ പറഞ്ഞു, അവർ എന്നെ കാണുന്നുണ്ട്. കണ്ടതിന് ശേഷം അവർ പറയുന്നു, ഈ മോന് ഞങ്ങളുടെ ഒരു ബ്രദറുണ്ട്, ഫോർട്ട് കൊച്ചിയിലുള്ള വിക്ടർ എന്ന് പറഞ്ഞൊരു ബ്രദർ. ഒരു പക്ഷേ നിങ്ങളൊക്കെ കേട്ട് കാണും. ഒത്തിരിയധികം അത്ഭുതങ്ങളൊക്കെ ഇപ്പോൾ നടക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു ബ്രദറിനെ കുറിച്ച് പറയുന്നു, അവിടെ ഒന്ന് കൊണ്ടുചെല്ലാൻ പറയുന്നു. അപ്പോൾ അവിടെ കൊണ്ടു ചെല്ലുന്നു. അവിടെ ചെന്നതിന് ശേഷം ഈ 3.5 വർഷത്തിന് ശേഷമാണ് കർത്താവിലേക്ക് എൻ്റെ വീട്ടുകാർ ഒരു ആഴമായിട്ട് ഒന്ന് നടന്നെടുക്കുന്നത്. ആ സമയം ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. വീട്ടുകാർ പറഞ്ഞതിൻ്റെ ആ ഒരു ഓർമ്മയിൽ ആ ഒരു 9 മണി സമയത്താണ് ബ്രദർ എൻ്റെ തലയിൽ കൈവച്ച് പ്രാർത്ഥിക്കുന്നതും എൻ്റെ അസുഖം മാറുന്നതും. അതിനുശേഷം അത്തരത്തിലുള്ളൊരു അസുഖം ഇന്ന് വരെയും എന്നെ ബാധിച്ചിട്ടില്ല എന്നുള്ളതാണ് ദൈവത്തിൻ്റെ വലിയ ഇടപെടൽ എൻ്റെ ലൈഫിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പിന്നെ തുടർന്നുള്ള ജീവിതം അന്ന് കിട്ടിയ ആ ഒരു ഫൗണ്ടേഷനുണ്ട്, വീട്ടുകാർക്ക് കിട്ടിയ ഒരു അടിത്തറയുണ്ട്. ആ അടിത്തറയിൽ നിന്നാണ് ഒരു പുതിയൊരു ക്രിസ്ത്യൻ ലൈഫ് വീട്ടുകാർ ബിൽഡപ്പ് ചെയ്തെടുക്കുന്നതല്ല. പിന്നീട് അങ്ങോട്ട് ആഴമായ പ്രാർത്ഥനകൾ ഉണ്ടാവുന്ന വീട്ടിൽ ദിവസേന പള്ളിയിൽ പോകുന്നു, ഞങ്ങളെല്ലാവരെയും പള്ളിയിൽ കൊണ്ടുപോകുന്നു. അങ്ങനെ ലൈഫിൽ ചെറുതായിട്ട് മാറ്റങ്ങൾ വരാൻ തുടങ്ങുന്നു. ആ മാറ്റത്തിലൂടെയാണ് എൻ്റെ സ്കൂൾ ജീവിതങ്ങൾ കടന്നു പോകുന്നു. സ്കൂൾ ജീവിതം ഒരു ഹൈസ്കൂളിലോട്ടൊക്കെ എത്തുമ്പോഴേക്കും തീർച്ചയായിട്ടും ആ പിള്ളേരൊക്കെ പോകുന്നത് പോലെ തന്നെ ഞാനും വിശ്വാസത്തിൽ ഒരല്പം താണൊക്കെ പോകുന്നുണ്ട്. കൂട്ടുകാരുടെ സർക്കിളിലൊക്കെ പോകുന്നു. അങ്ങനെ പരീക്ഷയിൽ നല്ലോണം പഠിച്ചുകൊണ്ടിരുന്ന വെച്ചു ഞാൻ പയ്യെ ഒന്ന് പുറകോട്ടൊക്കെ ആയിട്ട് മാറുന്നുണ്ട്. പിന്നീട് അങ്ങനെ 10ാം ക്ലാസ് പാസ്സായി. പക്ഷേ വീട്ടിൽ സാമ്പത്തികമായിട്ട് അത്രയധികം സെറ്റിലാകാത്തത് കൊണ്ടും എനിക്ക് എങ്ങനെയെങ്കിലും ഒരു ജോലിയിലോട്ട് പ്രവേശിക്കണം, വീട്ടുകാരെയും നല്ല വീട് വെക്കണം, ഇങ്ങനെയുള്ള ആഗ്രഹങ്ങളൊക്കെ ആയിട്ടാണ് പിന്നീട് മുന്നോട്ട് പോകുന്നത്. അങ്ങനെ എൻ്റെ ടെക്നിക്കൽ പഠനം തിരഞ്ഞെടുക്കുന്നു. പിന്നീട് അവിടെ നിന്ന് ഒരു പുറവങ്കര കൺസ്ട്രക്ഷൻ്റെ കൂടെ ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ സൈറ്റിൽ കുറച്ച് നാൾ ജോലിക്ക് പോകുന്നുണ്ട്. അപ്പോൾ അവിടെയും ഇതേപോലെ ഒരു വെൽഡിംഗ് അസിസ്റ്റൻ്റായിട്ടാണ് പോകുന്നത്. അപ്പോൾ വീട്ടുകാർ പറഞ്ഞ് ഗൾഫിലോട്ടൊക്കെ പോകണമെങ്കിൽ അത്യാവശ്യം വെയിൽ കൊണ്ടൊക്കെ പണിയെടുത്ത് പഠിക്കണം. അപ്പോൾ അമ്മച്ചിയുടെ ആങ്ങളമാരെല്ലാവരും ഗൾഫിലാണ്. അപ്പം അങ്ങനെ അതിന് വേണ്ടിയിട്ട് വീട്ടുകാർ ട്രൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ വെയിൽ കൊണ്ട് അത്യാവശ്യം പണി പഠിച്ചാലേ ശരിയാകുള്ളൂ. അപ്പോൾ എനിക്കും തോന്നി, കാരണം അന്നത്തെ കാലത്ത് അതായത് ഒരു 2000, 2002 ആ കാലഘട്ടങ്ങളിലൊക്കെയാണ് ഗൾഫ് എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താ പറയുന്ന ഒരു തേനും പാലും ഒഴുകുന്ന നാടെന്നൊക്കെ പറയുന്ന പോലെയാണ് അന്നൊക്കെ ഗൾഫ്. അപ്പോൾ ഒത്തിരി ആഗ്രഹം കൊണ്ട് പോകണമെന്ന്. അപ്പം അങ്ങനെ അതിന് വേണ്ടിയിട്ട് അങ്ങനെ പല ജോലികൾ കഷ്ടപ്പെട്ട് ജോലിയൊക്കെ ചെയ്ത് അങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുന്നു. അങ്ങനെയാണ് ഓയിൽ റിഫൈനറിയിൽ ജോലിക്ക് ഒരു അവസരം കിട്ടുന്നു. അങ്ങനെ അവിടെ നിന്ന് പയ്യെ ഞാൻ ആ ഒരു തീരുമാനത്തിലോട്ട് അങ്ങനെ പ്രവേശിക്കുന്നു. ഞാൻ തുടക്കമേ പാട്ട് പാടിയതിനകത്ത് ആദ്യത്തെ വരി ഞാൻ എടുക്കുവാണ്. യേശു എനിക്ക് ചെയ്ത നന്മകൾ ഓർത്തിടുമ്പോൾ. പിന്നീടുള്ള എൻ്റെ ജീവിതത്തിൽ ഈ യേശുവിൻ്റെ വലിയ ഒരു ഇടപെടൽ ഒത്തിരി അനുഭവിച്ചിട്ടുണ്ട്. ഏറ്റവും വലിയൊരു അനുഗ്രഹം ഉണ്ടായത് ഈ 10ാം ക്ലാസ് കഴിഞ്ഞുള്ള സമയം ആണ്. ഞാൻ ആദ്യമായിട്ട് ജീസസ് യൂത്ത് എന്ന് പറയുന്നൊരു മൂവ്മെൻറ്റുമായിട്ട് ജോയിൻ ചെയ്ത് പോകാൻ തുടങ്ങിയത്. അവിടെ ഒരു പ്രോഗ്രാമിന് സഹായിക്കാനായിട്ടാണ് പോയത്. പിന്നെ അവിടെ നിന്ന് അങ്ങനെ ആ പ്രേയർ ഗ്രൂപ്പിലും അവരുടെ ലൈഫ് സ്റ്റൈലിലൊക്കെ ഒത്തിരി അധികം ആക്റ്റീവായിട്ട് ഇരിക്കാൻ തുടങ്ങി.
അങ്ങനെ ഞാൻ ഇതുവരെ എൻ്റെ ചൈൽഡ്ഹുഡ് തുടങ്ങി ഇതുവരെ ഞാൻ അനുഭവിച്ച ആ ഒരു കർത്താവിൻ്റെ വേറൊരു ഡയമെൻഷനിൽ കർത്താവ് കുറച്ചും കൂടി ഒരു അടിച്ചുപൊളി കർത്താവാണെന്നുള്ള രീതിയിലുള്ള ഒരു സംഭവത്തിലോട്ടൊക്കെ വരാൻ തുടങ്ങി. അപ്പോൾ എൻ്റെ കാഴ്ചപ്പാടുകൾക്ക് കുറച്ചും കൂടി വ്യത്യാസം വരുന്നു. അപ്പോൾ എൻ്റെ പ്രാർത്ഥനയിലൊക്കെ ഒത്തിരി വ്യത്യാസം വരുന്നുണ്ട്. എൻ്റെ ലൈഫിൽ ഒത്തിരി അധികം അത് ഒരു ഇമ്പാക്റ്റ് സൃഷ്ടിക്കുന്നുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാനിങ്ങനെ ജോലിയുടെ മേഖലയിൽ അന്വേഷിച്ച് പല ജോലികൾ ചെയ്ത് അങ്ങനെ ഒടുവിൽ ഞാൻ ഗൾഫിലേക്കുള്ള എൻ്റെ ജോലി കർത്താവ് റെഡിയാക്കി തരുന്നു. ഞാൻ എൻ്റെ ഇൻ്റർവ്യൂ ടെസ്റ്റ് എല്ലാം പാസ്സാവുന്നു. എനിക്കൊരു 19 വയസ്സുള്ളപ്പോഴൊക്കെയാണ് ഞാൻ പോകുന്നത് ഗൾഫിലോട്ട്. ബഹ്റിനിലോട്ടാണ് പോകുന്നത്. 2006 ആ കാലഘട്ടങ്ങളിലാണ്. റിഫൈനറിയിലാണ് ജോലി. അപ്പോൾ അങ്ങനെ ആ ജോലിക്ക് വേണ്ടിയിട്ട് വീട്ടിൽ നിന്ന് പോകുന്നു. സത്യം പറഞ്ഞാൽ ഒരു 19 വയസ്സ്. ആ സമയത്ത് എൻ്റെ കൂട്ടുകാരെല്ലാവരും കളിച്ചിടക്കുന്നു, ഞാൻ ഒരു ജോലിക്ക് വേണ്ടി പോകുന്നു. ആ ഒരു വിഷമം തീർച്ചയായിട്ടും ഉള്ളിലുണ്ട്. കാരണം ഫ്രണ്ട്സിനെയൊക്കെ ഒത്തിരി മിസ്സാവും. ആ സമയത്ത് നമുക്ക് എല്ലാവർക്കും അറിയാം, ആ പ്രായത്തിൽ കൂടി കടന്നു പോകുന്ന എല്ലാവർക്കും ആ ഫ്രണ്ട് സർക്കിൾ ഭയങ്കര പ്രയോറിറ്റി ആയിരിക്കും. അപ്പോൾ എൻ്റെ ഫ്രണ്ട് സർക്കിൾ ഒത്തിരി പക്ഷെ എന്നാൽ പോലും നമ്മുടെ വീടും കാര്യങ്ങളൊക്കെ നോക്കണമല്ലോ. അപ്പം അതുകൊണ്ട് അങ്ങനെ ഗൾഫിലോട്ട് യാത്ര തുടങ്ങുന്നു. അവിടെ ചെന്ന് ജോലി, നല്ല സാലറി, നല്ല ആളുകൾ, അങ്ങനെയെല്ലാം നടക്കുന്നുണ്ട്. പക്ഷേ കർത്താവിന് വേണ്ടിയിട്ടുള്ള കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യാനായിട്ട് അവിടെ ഒരിത്തിരി ബുദ്ധിമുട്ടുകൾ വരുന്നുണ്ട്. കാരണം ഫുൾ ടൈം ജോലിയുടെ കാര്യങ്ങളിൽ നമ്മൾ എൻഗേജ്ഡായി പോകുന്നത് കൊണ്ടിട്ട് പലപ്പോഴും ഡെയിലി മാസ് അല്ലെങ്കിൽ ആ പ്രെയർ ഗ്രൂപ്പുകൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പയ്യെ മിസ്സായി പോകുന്നുണ്ട്. പക്ഷെ അതിനുശേഷം ഈ പറഞ്ഞ പോലെ കർത്താവ് അതിൽ നിന്ന് ഒരിക്കലും ഇങ്ങനെ പിന്തിരിയുന്ന രീതിയിലോ അല്ലെങ്കിൽ അതിൽ നിന്ന് എൻ്റെ പ്ലാൻ, എൻ്റെ ആഗ്രഹങ്ങൾ കർത്താവ് നടത്തി തരാതിരിക്കുകയോ ചെയ്തില്ല. തുടർന്ന് എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞു, എടാ ഇങ്ങനെ ഒരു കളമശ്ശേരിയിലൊരു യമഹ മ്യൂസിക്സിൻ്റെ ഒരു ഷോറൂം തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഗിറ്റാർ വായിക്കും പണ്ട് തുടങ്ങി. ജീസസ് യൂത്തിലായിരുന്ന സമയത്ത് സത്യം പറഞ്ഞാൽ ഗിറ്റാറിനെ കുറിച്ച് എനിക്കൊന്നും അറിയില്ല. വീട്ടിലാണെങ്കിലും പാട്ടോ സംഗീതമായിട്ടുള്ള ഒരു ബേസും ഇല്ല. പക്ഷെ അങ്ങനെ ഇരിക്കുമ്പോഴും പ്രെയർ ഗ്രൂപ്പിൽ ഒരു ദിവസം ഗിറ്റാർ വായിക്കാനും പാട്ട് പാടാനും ആളില്ലാണ്ട് വന്നപ്പോഴേക്കും അവിടെ നിന്ന് എനിക്ക് തോന്നിയൊരു ആഗ്രഹമാണ്, ഞാൻ സ്വന്തമായിട്ടാണ് ഗിറ്റാർ പഠിക്കുന്നതല്ല, ഒരു ടീച്ചറോ അങ്ങനെയൊന്നുമില്ല. കൂടെയുള്ള ഫ്രണ്ട്സ്, എൻ്റെ വീട് എറണാകുളമാണ്, ഞാൻ ആദ്യം പറഞ്ഞായിരുന്നല്ല, പച്ചാളം എന്നാണ് സ്ഥലത്തിൻ്റെ പേര്. അപ്പോൾ അവിടെ ആംഗ്ലോ ഇന്ത്യൻ സർക്കിളാണ്, എല്ലാവരും മ്യൂസിക്കായിട്ടൊക്കെ ബന്ധപ്പെട്ടുള്ളവരാണ്. അപ്പോൾ അവരുമായിട്ടൊക്കെ ഒരു കണക്ഷൻ ഉണ്ടായിട്ടാണ് ഞാൻ പയ്യെ ഗിറ്റാർ പഠിച്ചെടുക്കുന്നത്. അങ്ങനെ എൻ്റെ സുഹൃത്ത് പറയുന്നത് അവിടെ ഒരു ജോലിക്കൊരാളാവശ്യമുണ്ട്. അങ്ങനെ ഞാൻ അവിടെ ചെല്ലുന്നു. എന്നെ അവർ സെലക്ട് ചെയ്യുന്നു. അങ്ങനെ ഞാൻ തോംസൺ എന്ന് പറഞ്ഞൊരു ദുബായ് ബേസ്ഡ് കമ്പനിയാണ് അവർ. കളമശ്ശേരിയിൽ യമഹയുടെ ഒരു എക്സ്ക്ലൂസീവ് ഷോറൂം തുറക്കുന്നു. അവിടെ ഒരു ഗിറ്റാർ ഡെമോൺസ്ട്രേറ്ററായിട്ട് അവർ എന്നെ എടുക്കുന്നു. പിന്നെ അവർ സെയിൽസിലെല്ലാം സഹായിക്കാനായിട്ടും പയ്യെ എന്നെ കമ്പനി കീബോർഡ് പഠിപ്പിക്കുന്നു. അങ്ങനെ ഓരോ ഇൻസ്ട്രുമെൻറ്റുകളും ഡീൽ ചെയ്യാൻ വേണ്ടിയൊക്കെ അവർ പഠിപ്പിച്ചു. സാലറി ഗൾഫിൽ കിട്ടിയ അതേ സാലറിക്ക് ഈക്വലായിട്ടുള്ള ഒരു സാലറി നാട്ടിൽ തന്നെ കിട്ടുന്നു. അപ്പോൾ എന്തുകൊണ്ടും എനിക്ക് യാതൊരു വിധത്തിലൊരു ബുദ്ധിമുട്ടുമില്ല. കാരണം ലൈഫ് ഏതാണ്ടൊക്കെ സെറ്റിലാവുന്നു. ഒരു വൈറ്റ് കോളർ ജോബാണ്. സത്യം പറഞ്ഞാൽ എൻ്റെ വിദ്യാഭ്യാസ യോഗ്യതകളൊന്നും ഈ ജോലിയായിട്ട് ബന്ധപ്പെട്ട് നോക്കിയാൽ ഒന്നുമല്ല, അത് കിട്ടത്തേയില്ല ഇങ്ങനത്തെ ജോലിയൊന്നും. പക്ഷേ കർത്താവിന് വേണ്ടി നമ്മൾ മാറ്റിവെച്ച സമയം കർത്താവ് കണ്ടത് കൊണ്ടിട്ടാണ് കർത്താവ് അങ്ങനെ തന്നതെന്ന് അപ്പോഴും വിശ്വസിക്കുന്നത്. അങ്ങനെ ആ ഒരു ലൈഫ് അങ്ങനെ വളരെ സെറ്റിലാവുന്നു. ഭയങ്കര ഹാപ്പി ലൈഫ്, ഒരു കുഴപ്പമില്ല. കമ്പനി ഫുൾ ഫ്രീഡം തരുന്നു. എന്തുകൊണ്ടും ഇതുകൊണ്ട് തന്നെ നമുക്ക് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. അങ്ങനെ ഇരിക്കുന്ന ആ ഒരു സമയം ഗോൾഡ് സൂക്കിലേക്ക് പുതിയൊരു ഷോറൂം അവർ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഗോൾഡ് സൂക്ക് ഒരു ഷോപ്പിംഗ് മോൾ വരുന്നു. അപ്പോൾ എന്നെ അങ്ങോട്ടേക്ക് അവർ അപ്പോയിൻറ്റ് ചെയ്യുന്നു. ഷോറൂം മാനേജറായിട്ട് അവർ മാറ്റുന്നു. അപ്പോൾ അവിടെ ഷോറൂം സ്റ്റാർട്ട് ചെയ്യുന്നു. ആ സമയത്ത് ഞാൻ ഡെയിലി പള്ളി പോകും, നാട്ടിലാണ്. അപ്പോൾ അതുകൊണ്ട് വീണ്ടും പഴയ ഒരു ലൈഫ് സ്റ്റൈലൊക്കെ നമ്മൾ പിക്കപ്പ് ചെയ്തെടുക്കുന്നു. ഈ ഷോപ്പിംഗ് മോൾ ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് എറണാകുളം നഗരത്തിൻ്റെ ഹൃദയഭാഗം വൈറ്റില എന്ന് പറയും. വൈറ്റിലയിൽ പൊന്നുരുന്നി എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഒരു വലിയ ഷോപ്പിംഗ് മോളാണ്.
അത് അവിടെ തുടങ്ങി വരുന്ന സമയത്താണ് ഞങ്ങളവിടെ ഒരു സ്പേസ് എടുക്കുന്നതും അവിടെ എനിക്ക് ജോലി വരുന്നതും. ഈ ഷോപ്പിംഗ് മോളിനോട് ചേർന്ന് തൊട്ട് പുറകിൽ തന്നെ ഒരു പള്ളി ഉണ്ടായിരുന്നു. ഞാൻ സത്യം പറഞ്ഞാൽ ആ ഏരിയ കൂടെയൊക്കെ യാത്ര ചെയ്തിട്ടുണ്ടെങ്കിലും അങ്ങനെ ഒരു പള്ളിയോ അവിടെ അങ്ങനത്തെ ഒരു സംഭവങ്ങളൊന്നും ഞാൻ അങ്ങനെ ശ്രദ്ധിച്ചിട്ടില്ല. വണ്ടി പാർക്ക് ചെയ്യാൻ വേണ്ടി പോകുമ്പോഴാണ് ഇതിങ്ങനെ കാണുന്നത്. അങ്ങനെ ആ ഒരു എല്ലാ ദിവസവും കുർബാനക്കൊക്കെ പോകുന്നൊരു സ്വഭാവം ഉണ്ടായിരുന്നു. ആ ഒരു പ്രെയർ ലൈഫൊക്കെ ഉണ്ടായിരുന്നതുകൊണ്ട് വൈകുന്നേരം 6 മണിയുടെ ഒരു കുർബാന അവിടെ എല്ലാ ദിവസവും ഉണ്ട്. അപ്പോൾ ജോലിക്കിടക്ക് ഞാനവിടെ കുർബാനക്ക് പോകുമായിരുന്നു. അപ്പം അങ്ങനെ ആ ഒരു അതൊരു ജീവിതത്തിൻ്റെ ഭാഗമായിട്ട് ഇങ്ങനെ തുടർന്നുകൊണ്ട് പോകുന്നു. ഈ സെയിം ടൈമിൽ ജീസസ് യൂത്തിൻ്റെ പല ആക്ടിവിറ്റികൾ നടക്കുന്നു. അങ്ങനെ ഒരു പ്രോഗ്രാമിന് ഞാൻ സെയിൻറ്റ് ഫ്രാൻസിസ് ഓഫ് അസീസിയുടെ ഒരു സിനിമ കാണാൻ ഇടയാവുന്നുണ്ട്. ആ സമയത്താണ് ഭയങ്കരമായിട്ട് ലൈഫിനെ ടച്ച് ചെയ്ത ഒരു മൂവിയായിരുന്നു. ഞാൻ ഒത്തിരി സെയിൻസിൻ്റെ മൂവി കണ്ടിട്ടുണ്ടെങ്കിലും ഈ അസീസിയിലെ ഫ്രാൻസിസിൻ്റെ ആ ഒരു ട്രാൻസ്ഫോർമേഷനും ആ ഉണ്ടാക്കിയ വൈബ് അത് ഭയങ്കരമായിരുന്നു. അതൊത്തിരി പിള്ളേരിൽ അന്ന് ആ പ്രോഗ്രാമിന് മാറ്റം വരുത്തിയായിരുന്നു. എൻ്റെ ജീവിതത്തിൽ അത് പയ്യെ പയ്യെ എന്നെ ട്രാൻസ്ഫോം ചെയ്യുന്നുണ്ട്. ഞാൻ അറിയുന്നില്ല സംഭവം. പക്ഷേ അങ്ങനെ അച്ഛനാകണമെന്നുള്ളൊരു ആഗ്രഹമൊന്നും ആ സമയത്തൊന്നും ഇല്ല. അങ്ങനെ പള്ളിയിൽ കുർബാനക്ക് പോകുന്നു. പയ്യെ പയ്യെ ആ കുർബാനയും അവിടുത്തെ ആ ഒരു സൈലൻസും ആ അന്തരീക്ഷമൊക്കെ എന്നെ എവിടെയൊക്കെയോ എൻ്റെ ലൈഫിൽ ഇങ്ങനെ ഒരു ചെറുതായിട്ടൊരു വ്യത്യാസം വരുത്താൻ തുടങ്ങുന്നുണ്ട്. ഞാൻ എന്നെ തന്നെ ഇന്നെ റീകോൾ ചെയ്യുന്നു, എന്നെ തന്നെ വീണ്ടും വീണ്ടും ചിന്തിച്ചുകൊണ്ടിരിക്കുന്നു. എനിക്കെവിടെയൊക്കെയോ കർത്താവിലേക്ക് കുറച്ചും കൂടി ഒരു ചായ്വ് വരുന്നതായിട്ട് ഒരു ഫീൽ ഉണ്ടാകുന്നുണ്ട്. അറ്റ് ദ സെയിം ടൈം ഇപ്പുറത്ത് എൻ്റെ ജോലി എൻ്റെ എല്ലാം സെറ്റിലാണ്. ഞാൻ ഷോറൂം മാനേജറായിട്ടൊക്കെ അങ്ങനെ ജോലി ചെയ്യുന്നു. സ്വന്തമായിട്ട് എല്ലാം ഭയങ്കര ഹാപ്പി ആയിട്ട് പോകുന്നു. ഇപ്പുറത്തെ സൈഡിൽ പെട്ടെന്ന് കർത്താവ് എവിടെ നിന്ന് ഒരു വിളി വരുന്ന പോലെ ഉള്ളിലൊരു ഡിസ്റ്റർബൻസ് ഉണ്ടാകുന്നുണ്ട്. അപ്പം അങ്ങനെ ഞാനപ്പോൾ എൻ്റെ ഫ്രണ്ട്സിനോടൊക്കെ ഇങ്ങനൊരു ആഗ്രഹം ഉള്ളിൽ തോന്നുന്നു എന്നൊക്കെ പറഞ്ഞ്. അപ്പോൾ അവർ ആദ്യം തന്നെ കട്ടൊക്കെ ബ്ലോക്ക് ചെയ്തു. അത് പറഞ്ഞാൽ ഇത്രയും നല്ലൊരു ജോലിയൊന്നും അങ്ങനെ കിട്ടൂല. ഒന്നാമത് നമ്മുടെ ലൈഫിൽ ഇപ്പോഴും ഉദ്ദൂരം ആൾക്കാർ ജോലി കിടന്നിട്ട് സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. ഈ സമയത്ത് നിന്നെ കർത്താവ് ഇത്രയും നല്ലൊരു ലൈഫിൽ എത്തിച്ചിട്ടില്ലേ? നിൻ്റെ പ്രാർത്ഥനയൊക്കെ എത്ര ഭംഗിയായിട്ട് നീ ഗ്രൂപ്പ് ലീഡ് ചെയ്യുന്നു. ഞാൻ ആ സമയത്ത് ഞങ്ങളുടെ പാരിഷിൻ്റെ ജീസസ് യൂത്തിൻ്റെ കോർഡിനേറ്ററും കൂടിയാണ്. അപ്പോൾ അത്രമാത്രം കർത്താവ് പ്രെയർ ലൈഫിലൊക്കെ ഒത്തിരി എന്നെ വളർത്തി നിർത്തിയിരിക്കുന്നു, ജോലിയുടെ മേഖലയിൽ വളർത്തി നിർത്തിയിരിക്കുന്നു. പിന്നെ ഇങ്ങനൊരു ഡിസിഷൻ എന്തിനായിരിക്കും എന്നുള്ളതായിരുന്നു അവരുടെ ഒരു കൺസേൺ. വീട്ടിലും ഞാൻ ഇതിനെക്കുറിച്ച് ഇങ്ങനെ ഒരു കാര്യം ഇങ്ങനെ പറഞ്ഞു. വീട്ടുകാർക്ക് അപ്പോഴാണ് പണ്ട് അമ്മച്ചിക്ക് ഇങ്ങനെ അമ്മച്ചിയുടെ അടുത്ത് പണ്ട് ഒരു പാമ്പക്കൽ എന്ന് പറഞ്ഞൊരു അച്ഛനുണ്ടായിരുന്നു. അച്ഛൻ പറഞ്ഞായിരുന്നു അവൻ്റെ സമയമാകുമ്പോഴേക്കും അവനൊരു തീരുമാനം എടുക്കും, അതിന് നിങ്ങൾ നോ പറയരുത്. അത് അമ്മച്ചി ഇങ്ങനെ സൈലൻ്റായിട്ട് വെച്ചേക്കാണ്. കാരണം എൻ്റെ അടുത്തൊന്നും പറഞ്ഞിട്ടില്ല ഇതിനെക്കുറിച്ചൊന്നും, ഞാൻ ഇതിനെക്കുറിച്ച് അറിഞ്ഞിട്ടുമില്ല. അപ്പോൾ അന്ന് അമ്മച്ചി പറയുവാണ് നിന്നെക്കുറിച്ച് കർത്താവിനൊരു പദ്ധതിയുണ്ട്, അപ്പോൾ അതനുസരിച്ചിട്ടാണ് നിന്നെ കർത്താവ് വിളിക്കുന്നത്, അപ്പോൾ നീ അതിന് യെസ് പറഞ്ഞോളാൻ പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെ പക്ഷേ അമ്മച്ചിയുടെ റിലേറ്റീവ്സ് എല്ലാവരും ഞാൻ ഒറ്റ മോനാണ്. ഒന്നാമത്തെ കാര്യം വീട്ടിൽ ഞാനും ചേച്ചിയുടെ കല്യാണം കഴിഞ്ഞു. അപ്പച്ചനും അമ്മച്ചി മാത്രമേ ഉള്ളൂ. നീ പോയി കഴിഞ്ഞാൽ അവർക്ക് എന്തെങ്കിലും പറ്റിയാൽ അവർ നോക്കാൻ ആരാ ഉള്ളത്? ഇതൊക്കെ ഇരുന്ന് ആ ഒരു നോർമലായിട്ട് എല്ലാവരും ഒരു കൺസേണാണ്. അപ്പോൾ ആ ഒരു ഭാഗത്ത് ഇങ്ങനെയുള്ള ഡിസ്റ്റർബൻസുകളൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നു, ഇപ്പുറത്ത് കർത്താവ് ഇങ്ങനെ വലിച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ നമുക്ക് എല്ലാത്തിനും ഒരു കൺഫർമേഷൻ മേടിക്കുന്ന സംഭവം ഉണ്ടല്ലോ. അപ്പം ഞാൻ വിചാരിച്ചൊരു കാര്യം ചെയ്യാം, കർത്താവിൻ്റെ അടുത്ത് മെസ്സേജ് ചോദിക്കാം. അപ്പോൾ എൻ്റെ ഒരു ആഗ്രഹം, എനിക്കും കൂടുതൽ ഇങ്ങനെ ഒരു ജോലിയൊക്കെ സെറ്റിലായി നിൽക്കണം, അപ്പോൾ അതിൽ തന്നെ നിൽക്കാമെന്ന് വിചാരിച്ചുകൊണ്ട് ഞാൻ കർത്താവിൻ്റെ അടുത്ത് പറഞ്ഞ് എൻ്റെ അസിസ്റ്റൻറ്റ് കോർഡിനേറ്റർ ഉണ്ടെന്ന്, ഞങ്ങൾ പേഴ്സണലായിട്ട് എപ്പോഴും എല്ലാ കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യുന്നതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞ് ഒരു കാര്യം ചെയ്യുക കർത്താവേ, ഇതാണ് നിൻ്റെ പ്ലാനെങ്കിൽ നീ ആ കുട്ടിക്കൊരു മെസ്സേജ് കൊടുക്കാൻ പറഞ്ഞു, ഒരു വിഷയം കൊടുത്തു, അത് ഞാൻ ഉറപ്പിക്കും, പിന്നെ നോ ടേണിങ് ബാക്ക് എന്നുള്ള സംഭവം. അങ്ങനെ ഞാൻ ഈ തീരുമാനം എടുത്ത് പള്ളിയിൽ വെച്ചിട്ടുണ്ട്, പൊന്നൂരിൽ പള്ളിയിൽ വെച്ചാണ് തീരുമാനം എടുക്കുന്നത്. അവിടെ നിന്ന് ഗോൾഡ് സൂക്കിലോട്ട് എത്തിയില്ല. അവിടെ നിന്ന് ജസ്റ്റ് ഒരു 3 മിനിറ്റ് യാത്രയേ ഉള്ളൂ ബൈക്കിന്, അത്രയും പോലും ഇല്ല. അവിടെ എത്തുന്നതിന് മുമ്പ് വളരെ അൺഎക്സ്പെക്റ്റഡായിട്ട് ഈ കുട്ടി എന്നെ ഫോൺ ചെയ്ത് എൻ്റെ അനുചേട്ടാ, എന്നെ അനു എന്നാണ് വിളിക്കുന്നത്, ആൻ്റണി എന്നാണ് പേരെങ്കിലും നാട്ടിൽ മുഴുവൻ ഞാൻ അനു എന്ന് അറിയപ്പെടുന്നത്. അപ്പോൾ ഞാൻ അനുചേട്ടാ, ഞാനിങ്ങനെ ഉറങ്ങണ സമയത്ത് ഒരു സ്വപ്നം കണ്ട്
അനുചേട്ടൻ ഇങ്ങനെ അച്ഛന്മാരെ കുടിപ്പിട്ട് കുർബാന ചെല്ലുന്ന പോലത്തെ ഒരു സ്വപ്നം കണ്ടെന്ന് പറഞ്ഞ് ഭയങ്കര ഡിസ്റ്റർബ്ഡായി. എന്താണെന്ന് അറിയാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞ് ഞാൻ പറഞ്ഞു പേടിക്കണ്ട, പ്രാർത്ഥിച്ചോ, കർത്താവിൻ്റെ തീരുമാനം ഞാനിങ്ങനെ ചോദിച്ചായിരുന്നു, അത് കർത്താവ് കാണിച്ചു തന്നതാണെന്ന് പറഞ്ഞു. കൃത്യമായിട്ട് ഞാൻ എന്തോ കർത്താവ് കർത്താവിന് വേണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ അത് ഏത് വഴിക്കും കർത്താവ് നേടിയെടുക്കും എന്നുള്ളത് അങ്ങനെ മനസ്സിലായി. ആ ഒരു സംഭവത്തിന് പിന്നെ ഞാനൊന്നും നോക്കിയില്ല. കർത്താവിന് യെസ് പറഞ്ഞു. അവിടെ നിന്ന് ഞാൻ ജോലി സ്ഥലത്ത് ചെന്നു, കമ്പനിയിൽ കാര്യം പറഞ്ഞ് ഞാനിങ്ങനെ ഇങ്ങനത്തെ ഒരു ലൈഫ് എടുക്കാനായിട്ട് പ്ലാൻ ചെയ്യുന്നു. അവർ പറഞ്ഞു എന്തിനാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു തീരുമാനം എടുക്കുന്നത്, കാരണം നിനക്ക് അത്യാവശ്യം നിനക്ക് പ്രോഗ്രാമിന് പോകാനായിട്ട് ഞങ്ങൾ ലീവ് തരുന്നുണ്ട്, നീ ജീസസിൻ്റെ എല്ലാ പരിപാടിക്കും പോകുന്നുമുണ്ട്, പിന്നെ ഇങ്ങനെ ഒന്ന് പോകേണ്ട കാര്യമുണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞത് ഇങ്ങനെ സംഭവം ഇങ്ങനെയൊക്കെയാണ്, ഞാനിതൊക്കെ പറഞ്ഞ്. അപ്പോൾ അവരൊന്ന് ദൈവത്തിൻ്റെ തീരുമാനം അതാണെങ്കിൽ ഞങ്ങൾക്ക് അതിനെതിരെ നിൽക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ്. പിന്നെ കമ്പനി ഒരു ഓഫറും തന്ന് എപ്പോൾ വേണേലും നീ തിരിച്ചു വന്നു, കാരണം നീ ഇത്ര ലേറ്റായിട്ടാണ് പോകുന്നത്, സെമിനാറിലൊക്കെ ഒത്തിരി ബുദ്ധിമുട്ടുകളുണ്ടാവും, സ്ട്രഗിൾ ഉണ്ടാവും, ഏത് സമയത്ത് തിരിച്ചു വന്നാലും നിനക്ക് ജോലിക്കുള്ള ഒരു സ്പേസ് അവിടെ ഇട്ടിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെ ആ ഒരു കോൺഫിഡൻസ് അവരും ഒത്തിരി എന്നെ അതിനുശേഷം സപ്പോർട്ട് ചെയ്തു. വീട്ടിലാണെങ്കിലും ഈ പറഞ്ഞ എല്ലാവരുടെയും പ്രശ്നം ഇതായിരുന്നു, ഒറ്റ മോനെന്നുള്ള സംഭവമായിരുന്നു. അപ്പം അമ്മച്ചിയും പറഞ്ഞൊരു കാര്യമുണ്ട്, കാരണം ഇത് കർത്താവിൻ്റെ തീരുമാനമാണ്, കർത്താവ് തന്ന മകനാണ്, അവൻ രോഗിയായിരുന്നു, അവൻ മരിച്ചു പോകുമായിരുന്നു, അവിടെ നിന്ന് കർത്താവ് തിരിച്ചു കൊണ്ട് തന്നാണ്. അപ്പോൾ അത് കർത്താവിൻ്റെയാണ്. അപ്പോൾ കർത്താവിന് നമുക്ക് കൊടുക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ട ഏറ്റവും, അത് തന്നെയാണ് നമ്മുടെ ഡ്യൂട്ടിയും. കർത്താവ് ഒരു മകനെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിന് കൊടുക്കുന്നതിൻ്റെ അകത്ത് തെറ്റൊന്നുമില്ല. അപ്പം അങ്ങനത്തെ ആ ഒരു പൊസിഷനിൽ വീട്ടുകാർ നിന്നതുകൊണ്ട് പിന്നെ ഒരു വർഷം സമയം എടുത്തു, കാരണം ആ ജോലി അടുത്തൊരാൾക്ക് ഹാൻഡ് ഓവർ ചെയ്യാനായിട്ടൊക്കെ കുറച്ച് സമയം എടുത്തു. അങ്ങനെ അതെല്ലാം ചെയ്തു. അങ്ങനെ എല്ലാം കംപ്ലീറ്റ്ലി അതെല്ലാം ഈശോയ്ക്ക് മുമ്പിൽ എന്താ പറയുക, പൗലോസ് അപ്പോസ്തലൻ പറയുന്ന പോലെ സങ്കടത്തോടുകൂടിയാണെങ്കിൽ ഉച്ചിഷ്ടം പോലെ കരുതി എന്നൊക്കെ പറയാം. അങ്ങനെ എല്ലാം കർത്താവിന് മുമ്പിൽ അതെല്ലാം മാറ്റി വെച്ചിട്ട് കർത്താവിന് ഒരു കിടിലൻ യെസ് കൊടുത്തുകൊണ്ട് ഞാൻ സെമിനാറിലോട്ട് എവിടെ കയറണം എന്താണെന്ന് അറിയില്ല, ഒരു യാത്ര തുടങ്ങണേ. ആ യാത്ര ചെന്നെത്തുന്നത് ഈ ഫ്രാൻസ് അസീസി ആ ഒരു കയറ് കെട്ടിയ അതെവിടെയാണെന്ന് അറിയണം. അപ്പം അങ്ങനെ ഞങ്ങളുടെ പള്ളിയോട് ചേർന്നൊരു സബ് സ്റ്റേഷനുണ്ട്, അത് കർമ്മലീത്ത അച്ഛന്മാരുടെയാണ്. അവിടെ ചെല്ലുന്നുണ്ട്. അവിടെ ചെന്ന് അവരുടെ അടുത്ത് ചോദിച്ച് ഇങ്ങനെ കയറ് കെട്ടിയ സഭ എവിടെയാണുള്ളത്, എനിക്ക് ജോയിൻ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. അവരെൻ്റെ അടുത്ത് പറഞ്ഞ് ഇവിടെ വന്ന് ചെയ്യാം, എല്ലാവരും ഒരു സ്പിരിച്വാലിറ്റിയൊക്കെയാണ് എന്ന് പറഞ്ഞ്. പക്ഷെ എന്നാലും കർത്താവ് കാണിച്ചു തന്ന ആ ഒരു ഡ്രസ് കോഡൊക്കെ അല്ലേ, അപ്പോൾ അതുകൊണ്ടിട്ട് അങ്ങനെ ഞാൻ ആ യാത്ര ചെന്നെത്തുന്നത് ഈ പുനരുജ്ഞാനാശ്രമത്തിൽ തന്നെ. അപ്പോഴാണ് മനസ്സിലായത് കർത്താവ് അവിടെ ആ ഒരു ഷോപ്പിംഗ് മോളും അവിടെ എനിക്കൊരു സ്പേസും അവിടെ നീ കുർബാന എല്ലാം തന്നത് ഈ ഒരു ദിവസത്തിന് വേണ്ടിയിട്ടാണ്. അങ്ങനെ ഞാൻ അവിടെ ചെന്ന് ചോദിക്കുന്നു, അവർ യെസ് പറയുന്നു, ഞാനും യെസ് പറയുന്നു. അങ്ങനെ സെമിനാറിലോട്ടുള്ള എൻ്റെ ലൈഫ് അവിടെ ആരംഭിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഒത്തിരി സന്തോഷമുണ്ട്. ഈ കാപ്പിപ്പൊടി വസ്ത്രവും ഈ കയറും കൊന്തയൊക്കെ ധരിച്ച് ഈ ഒരു ഗിറ്റാറും വായിച്ച് ഇവിടെ ഇങ്ങനെ ഈശോയ്ക്ക് മുമ്പിൽ പാടാനായിട്ട് ഈശോ ഒരവസരം ഒരുക്കി തന്നതിന്. ഞാൻ 2011 സെമിനാരിയിൽ കയറുന്നത്. പിന്നീട് അങ്ങോട്ട് 13 വർഷം മനോഹരമായിട്ട് ഫോർമേഷൻ എല്ലാം കടന്നുപോയി. ഏകദേശം എന്നേക്കാൾ ഒരു 10 വയസ്സിന് ഓളം ഇളയതാണ് എൻ്റെ തൊട്ട് ജൂനിയറായിട്ടുള്ള ബ്രദർമാരൊക്കെ. പക്ഷെ എങ്കിലും അവരെല്ലാവരും കൂടെ സന്തോഷത്തോടുകൂടി പോകാനും അങ്ങനെ സെമിനാരിയിലുള്ള ബാക്കി എൻ്റെ പഠനങ്ങളെല്ലാം കർത്താവ് വളരെ മനോഹരമായിട്ട് ഹാൻഡിൽ ചെയ്യാൻ സഹായിച്ചു. എല്ലാം നല്ല മാർക്കോടുകൂടിയൊക്കെ പാസ്സാകാനും അങ്ങനെ ആ കാത്തിരുന്ന 2024 അഭിമന്യ ജോസഫ് കളത്തിപ്പറമ്പിൽ പിതാവിൽ നിന്ന് എൻ്റെ ഇടവകയിൽ വെച്ച് തന്നെ എനിക്ക് പട്ടം സ്വീകരിക്കാനുള്ള വലിയ ഭാഗ്യമുണ്ടായി. ഒത്തിരി സന്തോഷമുള്ള ദിവസമായിരുന്നു അന്ന്. ഇടവക ജനങ്ങൾ മുഴുവനും വന്ന് ആ ഒരു പരിപാടിയിൽ പങ്കെടുത്ത് അങ്ങനെ ഭയങ്കര ഒരു ദൈവ അനുഭവവും അനുഗ്രഹമൊക്കെ ആ സമയത്ത് ഉണ്ടായിരുന്നു. തീർച്ചയായിട്ടും
ഒരു കാര്യം എനിക്ക് ഉറപ്പിച്ച് പറയാനുള്ളത്, ഈ ഈശോ ഒരു തീരുമാനം നമ്മളിൽ എടുത്തിട്ടുണ്ടെങ്കിൽ ആ തീരുമാനത്തിലേക്ക് എത്താനായിട്ട് ഈശോ നമ്മൾ പല വഴിയിലൂടെ കൊണ്ടുപോകും. നമുക്ക് ചില സമയത്ത് ചില വഴിയിലൂടെ പോകുമ്പോഴേക്കും നമ്മൾ കർത്താവിലേക്ക് കൂടുതൽ ഡിപ്പെൻഡ് ചെയ്യാതെ വരുമ്പോഴാണ് നമ്മൾ പല വഴികളിലും കൺഫ്യൂസ്ഡ് ആവുന്നത്. എൻ്റെ ലൈഫിൽ ഞാൻ കർത്താവിനെ ഒത്തിരി ഡിപ്പെൻഡ് ചെയ്ത ഒരു വ്യക്തിയായിരുന്നു. എന്ത് കാര്യത്തിനും ആദ്യത്തെ പ്രയോറിറ്റി എപ്പോഴും ഈശോയ്ക്ക് കൊടുത്തുകൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈശോ കറക്റ്റായിട്ടുള്ള വഴിയിലൂടെ കൊണ്ടുപോയി എന്നെ ഈ ഒരു വിളിയിലോട്ട് എത്തിച്ചതും. പിന്നെ ഈ പറഞ്ഞ പോലെ ഏറ്റവും വലിയൊരു ചോദ്യമായിരുന്നു എൻ്റെ വീട്ടുകാരെ നോക്കാൻ ആരുണ്ടാകും എന്നുള്ളത്. പ്രിയപ്പെട്ടവരെ, അത്രയും നല്ലൊരു ജോലി ഉണ്ടായിരുന്നു, നല്ലൊരു പോസ്റ്റിംഗ് കിട്ടി, നല്ല സാലറി, ഇതൊക്കെ ഉണ്ടായിരുന്നിട്ടും അതെല്ലാം ഉപേക്ഷിച്ച് അതിനേക്കാൾ ഉപരിയായിട്ട് വീട്ടുകാരെ, സ്വന്തവും ബന്ധം എന്ന് പറയുന്ന എല്ലാം മാറ്റിവെച്ചിട്ട്, അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള എല്ലാ ആഗ്രഹങ്ങളും മാറ്റിവെച്ച് ഞാനിവിടെ വന്നതിൻ്റെ പേരിൽ ഒരിക്കലും ഒരു കുറവും എൻ്റെ വീട്ടിൽ ഇതുവരെ വരുത്തിയിട്ടില്ല എന്നുള്ളതാണ്. വീട്ടിൽ അമ്മച്ചി ഇപ്പോഴും പറയാറുണ്ട്, നീ ഒരാളിങ്ങോട്ട് പോകുന്നത് കൊണ്ട് ഇപ്പോൾ വീട്ടുകാർക്ക് ഒത്തിരി അച്ഛന്മാരുണ്ട്. എൻ്റെ അമ്മച്ചിനെ അപ്പച്ചനെയും അമ്മയെന്നും അപ്പാന്നും പപ്പാന്നും ഡാഡി എന്നൊക്കെ പറഞ്ഞ് വിളിക്കുന്ന ഒത്തിരി അച്ഛന്മാരുണ്ട്. പല സാഹചര്യങ്ങളിൽ പലപ്പോഴും എൻ്റെ കുറവുകൾ നികത്തിയ അച്ഛന്മാർ വീട്ടിൽ, ഞാനില്ലാത്ത സമയത്ത് വീട്ടിൽ എൻ്റെ പേരിൽ പിന്നെ ബർത്ത്ഡേ ആഘോഷിച്ച ഒത്തിരി അച്ഛന്മാരുണ്ട്. അപ്പോൾ ഇതൊക്കെ സത്യം പറഞ്ഞാൽ കർത്താവ് നൽകിയ വലിയൊരു ഗിഫ്റ്റാണ്. സത്യം ഈ ഒരു വിളിയിൽ നമുക്കൊരിക്കലും ഈ ഒരു വിളിയിലോട്ട് വരുമ്പോഴേക്കും കർത്താവിന് യെസ് പറയാൻ നിൽക്കുന്ന ഏതെങ്കിലും കുട്ടികളുണ്ടെങ്കിൽ അവരുടെ മാതാപിതാക്കളെ നിങ്ങൾ ഒന്നുകൊണ്ട് പേടിക്കണ്ട. നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു കത്തോലിക്ക സഭ തന്നെ ഉണ്ടെന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയ ബ്യൂട്ടി എന്ന് പറഞ്ഞാൽ. എന്താവശ്യത്തിനും വിളിച്ചാൽ വെളിപ്പുറത്ത് വരാനായിട്ട് ഒത്തിരി മക്കളെ കിട്ടും. അതാണ് കർത്താവ് പറയുന്നത്, നീ എന്നെ പ്രതി നിൻ്റെ മാതാപിതാക്കളൊക്കെ ഉപേക്ഷിക്കാൻ വന്നതെല്ലാം ഇരട്ടിയായിട്ട് തിരിച്ചു തരുമെന്ന് സുവിശേഷത്തിൽ, മാർക്കോസിൻ്റെ സുവിശേഷത്തിൽ പറയുന്നതിൻ്റെ അതിൻ്റെ ഒരു ലിവിങ് എക്സാമ്പിളായിട്ട് എൻ്റെ ഒരു ലൈഫ് സ്റ്റൈലിൽ എനിക്ക് പറയാൻ പറ്റുന്നുണ്ട്. തീർച്ചയായിട്ടും യേശു, ഞാൻ ആ പാടിയ പാട്ടിൻ്റെ അവസാനത്തെ ഒരു വരിയുണ്ട്, നന്ദി കൊണ്ട് എൻ മനം പാടിയിടുമേ സ്തോത്രയാഗത്തിൻ പല്ലവികൾ. അത് തന്നെയാണ് എനിക്കും പറയാനുള്ളത്. കാരണം ഈ ലൈഫ് മുഴുവനും കർത്താവ് നൽകിയ വലിയൊരു ഗിഫ്റ്റാണ്. ആ ഗിഫ്റ്റ് അനുസരിച്ചിട്ട് ഒത്തിരി ചലഞ്ചുകൾ ലൈഫിൽ വന്നു, പക്ഷെ അതെല്ലാം കർത്താവ് തന്നെ തരുന്നതാണ്. ഇവിടെയെല്ലാം നമ്മൾ കർത്താവിനെ ഡിപ്പെൻഡ് ചെയ്ത് കർത്താവിന് പ്രയോറിറ്റി കൊടുത്ത് എടുത്ത തീരുമാനം കർത്താവ് ഒരിക്കലും നഷ്ടമായിട്ട് നമുക്കൊരിക്കലും വരുത്തിക്കില്ല. എല്ലാം നേട്ടമായിട്ട് വരുത്തിക്കുള്ളൂ. യേശു ചെയ്ത എല്ലാ നന്മകൾക്കും നന്ദി പറഞ്ഞുകൊണ്ട്, നന്ദി കൊണ്ടെൻ മനം പാടിയിടും സ്തോത്രഗാനത്തിൻ പല്ലവികൾ. ആമേൻ. പ്രിയപ്പെട്ടവരെ, ഈ ഒരു ജീവിതത്തിൽ എന്നെ ഒത്തിരി അധികം സ്പർശിച്ചൊരു വചനമുണ്ട് ബാറൂക്ക് പ്രവാചകൻ്റെ പുസ്തകത്തിൽ. അത് പറയുന്നത് ഇങ്ങനെയാണ്, നക്ഷത്രങ്ങൾ തങ്ങളുടെ യാമത്തിൽ ആഹ്ലാദത്തിലും ആനന്ദത്തിലുമായിരുന്നു. തങ്ങളെ സൃഷ്ടിച്ച നാഥൻ അവയെ വിളിച്ചു, ഇതാ എന്ന് അവർ വിളി കേട്ടു. തങ്ങളെ സൃഷ്ടിച്ച നാഥന് വേണ്ടി അവർ മിന്നിത്തുടങ്ങി. സത്യം പറഞ്ഞാൽ എൻ്റെ മൊത്തം ജീവിതം എടുത്ത് നോക്കിയാൽ ഞാൻ ഈ ഒരു എൻ്റെതായ ഒരു ലൈഫിൽ ഞാൻ ആഹ്ലാദത്തിലും ആനന്ദത്തിലുമായിരുന്നു. കർത്താവ് എന്നെ വിളിച്ചു, ഇതാ ഞാൻ, യെസ് ലോർഡ് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ആ ഉത്തരം കൊടുക്കുന്നു. അന്ന് മുതൽ എന്നെ സൃഷ്ടിച്ച ഈശോന് വേണ്ടി ഞാൻ മിന്നിത്തുടങ്ങുന്നു. ഇത് സത്യം ഈ ഒരു വചനം തന്നെയാണ് എന്നെ ഇന്നും ജീവിപ്പിക്കുന്നത്. ഒരു പാട്ടും കൂടി പാടി. നിന്ദാനം ഞാൻ അനുഭവിച്ചു, നിൻ സ്നേഹം ഞാൻ രുചിച്ചറിഞ്ഞു. നിന്ദാനം ഞാൻ അനുഭവിച്ചു, നിൻ സ്നേഹം ഞാൻ രുചിച്ചറിഞ്ഞു.